വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ അയ്യോ മോനെ വിഷ്ണു എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കർപ്പൂരം അങ്ങ് തട്ടി താഴെ കളയുകയാണ്. എന്നിട്ട് എന്താടാ നീ കാണിക്കുന്നത്, എന്തു പറ്റി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി ഭാമ ചോദിക്കുകയാണ്. പിന്നാലെ കാർത്തികയും നിൽപ്പുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ ഭാമയെ ഒരൊറ്റ നോട്ടം നോക്കുന്നതല്ലാതെ വിഷ്ണു ഒന്നും പറയുന്നില്ല. വീണ്ടും വീണ്ടും ഭാമ ചോദിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ അങ്ങ് ദേഷ്യത്തോടെ അങ്ങ് താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അന്നേരം ഭാമയ്ക്ക് ആകെപ്പാടെ അങ്ങ് വിഷമമാവുന്നുണ്ട്. തുടർന്ന് കാർത്തികയോട് പറയുകയാണ്, അവന് ഭയങ്കര വിഷമമായെന്ന് തോന്നുന്നു, നീ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവണം, നിന്നെ വിശ്വസിച്ചാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഉണ്ടാവും സത്യഭാമ, എപ്പോഴും കൂടെ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ അങ്ങ് താഴേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പേ വിഷ്ണു അച്ചാന്നും പറഞ്ഞ് പപ്പി പിറകെ പോവുകയാണ് വിഷ്ണുവിൻ്റെ. തുടർന്ന് കാർത്തിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, വിട്ടുകൊടുക്കില്ല ഞാൻ അവൾക്ക് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുറപ്പിച്ച ദേഷ്യത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് പപ്പിമോളാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് മരുന്നൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് രാഘവൻ നായരും പിള്ളയും രോഹിത്തും ഒക്കെ താഴെയുണ്ട്. സത്യഭാമയാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ മോരും വെള്ളം കൊണ്ടുവന്ന് വിഷ്ണുവിനെ നീട്ടുകയാണ്. എന്നാൽ ഇതങ്ങോട്ട് കുടിക്ക്, മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് പറയുകയാണ്. പക്ഷേ അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ആ ഗ്ലാസ് മോരും വെള്ളം ആ ടീപ്പോയുടെ പുറത്തേക്ക് വെക്കുന്നുണ്ട്. പുറകെ കാർത്തികയും നിൽപ്പുണ്ട്. അന്നേരം ഇതെന്താ ഭാമയെ വിഷം വല്ലതും കലക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേ രാഘവേട്ടാന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ചൂടാവുകയാണ്. അല്ല, കുറേ നാളായിട്ട് നീ അങ്ങോട്ട് കൊല്ലാൻ നടക്കുകയാണല്ലോ, ഒറ്റയടിക്കങ്ങ് കൊന്നാൽ അത്ര നന്നായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട്, അവൻ്റെ കൈ പൊള്ളിച്ചത് ഞാനല്ല, അവൻ സ്വന്തമായിട്ട് വെച്ചതല്ലേ, അതിനിപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്ന് പറയുകയാണ്. അന്നേരം ഇതിൻ്റെ പേരിലൊരു സംസാരം വേണ്ട എന്ന് വിഷ്ണു അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ പറയുന്നുണ്ട്, നീയാണിതൊക്കെ ചെയ്തത്, നീ കാരണമാണ്, അവൻ്റെ മനസ്സാണ് ഇപ്പോൾ വേദനിച്ചിരിക്കുന്നത്, അവൻ്റെ സ്വന്തം ഭാര്യയാണ് നീ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്മ ഇത് വേണ്ട, വഴക്ക് വേണ്ട എന്നൊക്കെ വിഷ്ണു കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇവരങ്ങോട്ട് തർക്കിക്കുക തന്നെയാണ്. പ്രസവിച്ച അമ്മയാണെങ്കിൽ ഒരിക്കലും ഒരു മകന് വിഷം കൊടുക്കില്ല, അതറിയണമെങ്കിൽ നൊന്ത് പ്രസവിക്കണം, അത് അച്ഛനാണെങ്കിൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ കണക്കൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മയെ തായേ മതി മൈതാന പ്രസംഗം, നീ തന്നെയാണ് എല്ലാത്തിനും വലുത്, പക്ഷേ അവന് ഈ നൊന്ത് പ്രസവിച്ച മക്കൾക്കും ഒരു മനസ്സുണ്ടെന്ന് നീ ഓർക്കണം, അവൻ്റെ സ്വന്തം ഭാര്യയെ നീ ഇവിടെ നടിച്ചിറക്കി കളഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരും ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അല്ല സത്യാമ്മ, ഇതിൻ്റെ പേരിൽ ഇനി ഒരു സംസാരം വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ നീ എവിടെ മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ വായും ഭാമ അടപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇനി അവൻ്റെ ഭാര്യയെ അടിച്ചിറക്കിയെന്ന് പറയുന്നത്, അവൻ്റെ ഭാര്യ ദേ ഇവളാണ്, ഈ നിൽക്കുന്ന കാർത്തിക, ഇവനാണ് താലിയും മാലയും ഒക്കെ ചാർത്തി ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി, അവൻ സ്വയം ചെയ്തതാണ്, എന്തൊരു സ്വയം കൃതാർത്ഥം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അല്ലാതെ ഇനി അല്ലാന്ന് അവൻ പറയട്ടെ, എങ്കിൽ ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം എന്ന് പറഞ്ഞ് ഭാമ അങ്ങോട്ട് കത്തി കയറുകയാണ്. രാഘവൻ നായർ അതിനൊത്ത് ചൂട് പിടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വരെ വഴക്കങ്ങോട്ട് മൂർച്ഛിക്കുകയാണ്. ഈ സമയത്ത് അവസാനം വിഷ്ണു അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. മതി, ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രസംഗം വേണ്ട, അമ്മ പറഞ്ഞതുപോലെ എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇതെല്ലാം എന്നിൽ ഇവിടത്തേക്ക് വലിച്ചു കൊണ്ടുവന്നത്, അത് തിരുത്താനായിട്ട് ഞാൻ തയ്യാറാണ്, ഇനി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അങ്ങോട്ട് ജീവിക്കാൻ പോവുകയാണ്, പ്രസവിച്ച് വളർത്തിയതിനും തോളി കൊണ്ട് നടത്തിയതിനും ഊട്ടി പിന്നെ വളർത്തിയതിനും ഉടുപ്പും പഠിപ്പും ഒക്കെ തന്നതിനും ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാനങ്ങോട്ട് നന്ദി പറയുകയാണ്. പക്ഷേ ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് രണ്ടുപേരും വന്നു പോരുത്, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി വിഷ്ണു വാശിയോടും ദേഷ്യത്തും ഭാമയ്ക്കും രാഘവൻ നായർക്കും നേരെ കൈ ചൂണ്ടി രണ്ടുപേരോടും ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പിന്നെ കാർത്തിക ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഈ സംസാരമൊക്കെ തുടങ്ങുമ്പോൾ ശ്യാമ ആ സ്റ്റെയറിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ വിഷ്ണുവിൻ്റെ വഴക്കങ്ങോട്ട് മൂർച്ഛിക്കുമ്പോൾ ശ്യാമ അങ്ങ് തിരികെ കയറി പോകുന്നുണ്ട്. അവസാനം വിഷ്ണു ഉടനങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്നെ ആരും ഉപദ്രവിക്കാൻ വരല്ലേ, എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം പക്ഷേ മുറ്റത്ത് ആ തൂണിലിൻ്റെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഭാമ മാറി പിള്ളേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാതിൽക്കൽ ചെന്ന് നോക്കുന്നുണ്ട്, വിഷ്ണുവിനെ ഇറങ്ങിപ്പോയോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. അന്നേരം വിഷ്ണുവിൻ്റെ ആ നിൽപ്പും ദേഷ്യവും ഒക്കെ കണ്ടിട്ട് ഭാമ അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ, വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അതേസമയം രാഘവൻ നായരാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ആ കൈ ചുരുട്ടി ആ സെറ്റിയിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്, ആകെ ഒരു ദേഷ്യത്തിൽ. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ മനസ്സിൽ കരുതുകയാണ്, ഇതെല്ലാം എൻ്റെ തെറ്റാണ്, ഞാനാണ് കാർത്തികയെ ഈ വീട്ടിലേക്ക് കാർത്തികയെ കൊണ്ടുവന്നത്, ഇത് ഞാൻ തന്നെ തിരുത്തണം, ഞാൻ സ്വയം ചെയ്തതാണെല്ലാം, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ശാലിനിയോട് തുറന്ന് പറഞ്ഞേ മതിയാവൂ, എത്രയും പെട്ടെന്ന് എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ ആലോചിച്ചുറപ്പിക്കുകയാണ്.
ഇതേ സമയം അവിടെ ശാലിനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശാരദാമ്മ സത്യയെക്കുറിച്ച്, കുഞ്ഞിൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചതും അവിടെ നിന്ന് ഇറക്കി വിട്ടതും ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ ശാലിനിക്ക് ആകെപ്പാടെങ്കിൽ സങ്കടം വന്ന് ആ സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊരു ഇരിപ്പാ മോളെ, ആ വന്ന വേഷത്തിൽ തന്നെ ജലപാനം പോലും ഇല്ലാതെ എങ്ങനെ ഇരുന്നാലോ, ദൈവങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഒരു പാഴ് സങ്കല്പങ്ങൾ മാത്രമാണമ്മേ, ദൈവങ്ങൾക്കൊക്കെ അതിനൊന്നും സമയമില്ല, അവരൊക്കെ സങ്കടങ്ങൾ കണ്ട് മടുത്തു എന്നും പറഞ്ഞ് കുറേയൊക്കെ സംസാരിക്കുമ്പോൾ മതി ദൈവനിന്ദ പറഞ്ഞത്. നിൻ്റെ കാര്യത്തിൽ ദൈവത്തിനൊന്നും ഒരു റോളുമില്ല, നിൻ്റെ കാര്യങ്ങൾ 100% നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും ശാരദാമ്മ അങ്ങ് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ നിൻ്റെ ഒരു കുട്ടിയെ ശ്യാമയ്ക്ക് കൊടുത്തത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു, നീ ഗർഭിണിയല്ല എന്ന് പറഞ്ഞത് വിഷ്ണുവിനോട്, ഗർഭിണിയാണെന്ന് വിഷ്ണുവിനോട് പറയാതിരുന്നതും പിന്നീട് പ്രസവശേഷം ഇവിടെ നിന്ന് മാറി നിന്നതും വന്നതിന് ശേഷം വിഷ്ണുവിൽ നിന്ന് അകന്നു കഴിഞ്ഞതുമൊക്കെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളല്ലായിരുന്നല്ലോ, ഇതെല്ലാം നിൻ്റെ തീരുമാനങ്ങളായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അമ്മയെ എന്നെ വിചാരണ ചെയ്യുകയാണോ എന്നിങ്ങനെ സങ്കടത്തോടെ ചോദിക്കുക. എന്ത് ശിക്ഷയുണ്ടെങ്കിലും അമ്മ വിധിച്ചോളൂ, ഞാൻ അതൊക്കെ അനുഭവിക്കാനായിട്ട് തയ്യാറാണ്, ഇനി വധശിക്ഷയുണ്ടെങ്കിൽ ഈ ജീവിതം ഞാൻ തന്നെ അവസാനിപ്പിച്ചേക്കാം എന്നിങ്ങനെ ശാലിനി സങ്കടത്തോടെ പറയുമ്പോൾ, അത് മോളെ അങ്ങനെയല്ല എന്നും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് വിഷമം വരികയാണ്. അന്നേരം അമ്മ ഓർക്കണം, ഞാൻ അമ്മയുടെ മകൾ മാത്രമല്ല, സത്യയുടെ അമ്മയാണ്, ശ്യാമയുടെ കുഞ്ഞേച്ചിയാണ്. അപ്പോൾ ഓരോരോ റോള് ചെയ്യുമ്പോൾ ഓരോരുത്തരെയും വിഷമിക്കാനും ഒക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും, അല്ലാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മയ്ക്ക് ആകെ വിഷമം വരികയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ആ ഉമ്മറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അവിടെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് സത്യയാണെങ്കിൽ അവിടെ ആ തിണ്ണയിൽ ആ സോപാനത്തിൽ ഇങ്ങനെ ചാരിയിരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ സത്യയാണെങ്കിൽ ശാലിനിയെ കാണുന്നില്ല, ശാലിനി അവിടെ തന്നെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം ഗോപാലകൃഷ്ണനാണെങ്കിൽ കുറുപ്പ് സാറിനോട് സംസാരിക്കുകയാണ്, ഇതൊന്നും അങ്ങനെ വിടാനായിട്ട് പറ്റില്ല, ഒരു ഭാര്യയെ ജീവിച്ചിരിക്കെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല, നിയമവ്യവസ്ഥയല്ലേ, നിയമത്തിനനുസരിച്ച് തന്നെ നീങ്ങണം കുറുപ്പ് സാറേ എന്ന് പറഞ്ഞ് കുറുപ്പ് സാറിനോട് ഫോണിൽ സംസാരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ അങ്ങുമ്മറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സത്യ അവിടെ നിന്ന് ഫോണിൽ ഗെയിം കളിക്കുന്ന കാണിക്കുകയാണ്. തുടർന്ന് സത്യക്കുട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നോ, മോൾ അകത്ത് പോയി കളിക്കാമോ ചോദിക്കുമ്പോൾ കളിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശാലിനി ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാലിനിയോട് ശാരദാമ്മ പറയുകയാണ്, ഇനിയെങ്കിലും അമ്മ പറയുന്നത് മോളൊന്ന് കേൾക്കാമോ, ഇതുവരെ എൻ്റെ കൺമുന്നിൽ മോളുടെ ഒരു തെറ്റായിട്ട് കണ്ടത് എല്ലാ പ്രശ്നങ്ങളും അങ്ങ് ഒറ്റയ്ക്ക് പരിഹരിക്കാമെന്നുള്ളൊരു വാശി മാത്രമാണ്, പ്രശ്നങ്ങളെല്ലാം ഒറ്റയ്ക്കല്ല പരിഹരിക്കേണ്ടത്, ഇരട്ടയ്ക്ക് തന്നെയാണ് പരിഹരിക്കേണ്ടത്, ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് നിന്ന് വേണം പരിഹരിക്കാനായിട്ട്, എങ്കിലേ അതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ എന്നിങ്ങനെ ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയൊന്നും മിണ്ടുന്നില്ല. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, അപ്പോൾ മോള് വിചാരിക്കും ശാരദ ഒറ്റയ്ക്കല്ലേ എല്ലാ പ്രശ്നങ്ങളും 3 പെൺമക്കളെയും കൊണ്ട് ജീവിതം തുടങ്ങിയത് എന്നൊക്കെ, അതൊക്കെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ്, അതിലൊക്കെ ഓരോ കുറ്റവും കുറവും എപ്പോഴായാലും ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ, അമ്മ ഞാൻ എന്താ വേണ്ടത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം മോള് വിഷ്ണുവിനോട് തുറന്ന് സംസാരിക്കണം, നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, നിനക്ക് പറയാനുള്ളത് വിഷ്ണുവും വിഷ്ണുവിന് പറയാനുള്ളത് നീയും തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ട് ക്ലിയർ ആവും, എന്നാലേ നീ പിന്നെ സഹിച്ച ത്യാഗം എന്താണെന്ന് അവന് മനസ്സിലാവുകയുള്ളൂ. അവൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്, അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും, എന്നാലേ നിൻ്റെ ത്യാഗവും മനോഭാവവും നിൻ്റെ ശക്തിയും എന്താണ് നീ ചെയ്തത് എന്നുള്ളത് അവന് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. മോള് അമ്മ പറയുന്ന ഒന്ന് കേൾക്ക്, ഇനിയെങ്കിലും വിഷ്ണുവിനോടൊന്ന് തുറന്ന് സംസാരിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ അകത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശരത് നീ ഇറങ്ങ്, നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം എവിടേക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഒരു ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് നോക്കുന്ന, മകനെ കൊണ്ട് അങ്ങനെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന സത്യഭാമയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം, നമുക്കൊരു വക്കീലിനെ കാണണം, ഒപ്പം DGPയും കാണണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരദാമ്മയും ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, ഒരു കുറച്ച് സമയം കൂടി, എന്തായാലും ഇത്രയും വരെ ക്ഷമിച്ചില്ലേ, ഞാൻ ഇവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവൾക്ക് അല്പം കൂടി സമയം കൊടുക്കുക എന്ന് പറയുകയാണ്. അന്നേരം അതെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, ഗോപാലേട്ടനെന്ന് പറയുന്നത് കേൾക്ക് എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് ഗോപാലകൃഷ്ണനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അന്നേരം പറയൂ സാറേ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഫോണും കൊണ്ട് വെളിയിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് ശാരദാമ്മ അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ശാലിനി ചിന്തിക്കുന്നുണ്ട്, എല്ലാം തുറന്ന് സംസാരിക്കണം, എങ്കിലേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ ചിന്തിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ തുടർന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ വാട്സപ്പിൽ വിഷ്ണു മെസ്സേജ് അയച്ചതാണ്, ഞാൻ രാത്രി വരും, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചിരിക്കുകയാണ്. അന്നേരം വരണം വിഷ്ണു ഏട്ടാ, എനിക്കും സംസാരിക്കാനുണ്ട്, അമ്മ പറഞ്ഞ കുറ്റങ്ങൾക്കൊക്കെ ഇന്ന് ഈ ഒരൊറ്റ രാത്രി
രാത്രി കൊണ്ടേ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നിങ്ങനെ ഫോണും കൊണ്ടിങ്ങനെ അത് തിരിച്ച് മെസ്സേജൊന്നും അയക്കുന്നില്ല. ഇങ്ങനെ മനസ്സിൽ സ്വയം പറഞ്ഞിട്ട് ശാലിനി ആകെ 2 കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ശാലിനി അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് രാത്രി സമയമാണ് കാണിക്കുന്നത്. നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണു വരുന്നത് നോക്കി വീടിനകത്ത് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നതും കാണിക്കുകയാണ്. തുടർന്ന് ശാലിനി ഓർക്കുന്നുണ്ട് അന്ന് അവസാനമായിട്ട് പ്രസവത്തിന് പോകുന്നതിന് മുമ്പേ വിഷ്ണുവിനെ കുടുംബശ്രീ ഹോട്ടൽ വെച്ച് കണ്ടത്. അന്നേരം ഹോട്ടൽ തന്നെയാണ് വിഷ്ണുവിനോട് സംസാരിക്കാൻ ഉചിതമെന്ന് തോന്നുന്ന ശാലിനി ഹോട്ടലിലേക്ക് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു എത്തുമ്പോൾ വിഷ്ണു വണ്ടി ഗേറ്റിന് വെളിയിൽ വണ്ടി നിർത്തിയിട്ട് വീട്ടിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. തുടർന്ന് വിഷ്ണു അങ്ങോട്ടത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നിങ്ങനെ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും ശാലിനി വിളിച്ച് പറയുകയാണ്. തുടർന്ന് വിഷ്ണു അവിടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട് അച്ഛൻ ഉറങ്ങിയിട്ടില്ല, രാത്രിയാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയാണ് സംസാരിക്കാൻ ഉചിതമെന്ന് തോന്നി, വിരോധമില്ലെങ്കിൽ അകത്തേക്ക് വരാം എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാണ് സംസാരിക്കുന്നത്. അന്നേരം ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്ന വിഷ്ണു പറയുകയാണ് വിരോധമുണ്ട്, ഇങ്ങനെ ഫോർമാലിറ്റിയിൽ സംസാരിക്കുന്ന ശാലിനി മേഡത്തെ കാണാനല്ല ഞാൻ വന്നത്. പണ്ടേതോ ഒരു പൂമഴയത്ത് പകൽ മഴയത്ത് ഞാൻ ഇഷ്ടപ്പെട്ടു പോയ എൻ്റെ ശാലിനിയെ കാണാനായിട്ട്, പഴയ ശാലിനിയെ കാണാനാണ് ഞാനിപ്പോൾ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. വിഷ്ണുവും ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒറ്റ സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വിഷ്ണുവും ശാലിനിയും തമ്മിൽ അടുത്ത എപ്പിസോഡിൽ മനസ്സ് തുറന്ന് സംസാരിക്കുമോ, അതോ ഇനി ഇടയ്ക്ക് ഇനി ആരെങ്കിലും വന്ന് കയറുമോ, അതിന് സത്യഭാമ തന്നെ വരുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു.